സുലേട്ടാ, എന്താ പരിപാടി? എന്താ വാർത്തകൾ? നല്ല വർത്തമാനം. സ്ഥാനാർത്ഥി പട്ടിക എല്ലാം വന്നു. കോൺഗ്രസ് പട്ടികയിൽ അലമ്പോലും ഉണ്ട്. എന്താ അവസ്ഥ? കോൺഗ്രസ് അലമ്പൊന്നും ഇല്ല, പക്ഷേ കുടുംബാംഗങ്ങളാണ്, മക്കളാണ് സ്ഥാനാർത്ഥികളൊക്കെ. 5 മന്ത്രിമാരുടെ മക്കൾ മത്സരിക്കുന്നു, ഒരു മന്ത്രിയുടെ ഭാര്യ മത്സരിക്കുന്നു, ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ മകന് സീറ്റ്, ഒരു മൊത്തത്തിലൊരു 24 സീറ്റ് പ്രഖ്യാപിച്ചതിൽ ഒരു 12 സീറ്റിലെങ്കിലും ബന്ധുക്കളോ മക്കളോ മരുമക്കളോ ഒക്കെയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യും? എന്താ അവസ്ഥ? എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സാധാരണ പ്രവർത്തകരെ മാറ്റിയാണ് കുടുംബ അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ ബാഗൽകോട്ടിലൊക്കെ അതിന്റെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ട്. ഈ മൊത്തത്തിൽ BJP-യുടെ അവസ്ഥ എന്താ? BJP സ്ഥിതി അത് തന്നെയാണ്. പ്രധാനമന്ത്രി പക്ഷേ ഈ കുടുംബാധിപത്യത്തിനെതിരെ കൂടുതൽ പറയുന്ന ആളല്ലേ? അതെ. പക്ഷേ കർണാടകയിലും നടക്കില്ല. കുടുംബാംഗങ്ങളാണ് സ്ഥാനാർത്ഥികൾ. ആരോഗ്യത് അത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകനുണ്ട്, രാഘവേന്ദ്രൻ. കഴിഞ്ഞ സിറ്റിംഗ് MP ആണ്. പക്ഷെ അദ്ദേഹത്തെ തന്നെ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട്. പലരെ ഒഴിവാക്കിയപ്പോൾ അദ്ദേഹത്തെ വെച്ചത്. എനിക്ക് തോന്നുന്നു അവിടെ ഈശ്വരപ്പ അതിനാണ് കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ ഹാവേരിയില്. അതെ, JDS-ലും വ്യത്യാസമൊന്നുമില്ലല്ലോ പതിവ് പോലെ. അതിപ്പോ പണ്ടേ നമ്മളൊരു കുടുംബ പാർട്ടി എന്ന് പറയാറുണ്ടല്ലോ. അതെ JDS തന്നെ കുമാരസ്വാമി മത്സരിച്ചേക്കാം. അതല്ലെങ്കിൽ അച്ഛൻ മുൻ പ്രധാനമന്ത്രി കുമാരസ്വാമി മുഖ്യമന്ത്രി. അതെ അല്ലെങ്കിൽ ചിലപ്പോ അയാളുടെ മകൻ നിഖിൽ കുമാരസ്വാമി മത്സരിക്കാം. രേവണ്ണയുടെ മകൻ പ്രജു രേവണ്ണ ഓൾറെഡി MP ആണ്, പുള്ളി തവണ മത്സരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ദേവഗഡയുടെ മരുമകൻ തവണ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതെ ഡോക്ടർ മഞ്ജുനാഥ്. അപ്പൊ ഏതായാലും മൊത്തത്തിൽ കർണാടക നോക്കിയാൽ നമുക്ക് കുടുംബാധിപത്യമാണ്, അല്ലെങ്കിൽ കുടുംബ മത്സരങ്ങളാണ്, ബന്ധുക്കളാണ്. മറ്റൊരു സാധനം വിട്ടു, ഷിമോഗയിൽ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ബംഗാരപ്പയുടെ മകള് ഗീതയാണ്. അവര് മത്സരിക്കുന്നത് യെദ്യൂരപ്പയുടെ മകൻ. ആ മണ്ഡലത്തിന് മറ്റൊരു സവിശേഷതയുണ്ട്. ഈ ബംഗാരപ്പ ഫാമിലിയും യെദ്യൂരപ്പ ഫാമിലിയും നമ്മളെ മത്സരമാണ് അവിടെ എല്ലാ ലോക്സഭയിലും ഉണ്ടാവാറ്. ഇതിനു മുമ്പൊക്കെ നോക്കിയാ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഏതായാലും ഈ പ്രൊട്ടസ്റ്റ് എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലേ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കോ? സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ കുറവല്ലായാലും കുറെ ഇലക്ഷൻ ആയാലും ഇവിടെ അങ്ങനെ അതെ സാധ്യതയുണ്ട്. എല്ലാ ഇലക്ഷനും കാണുന്നതുമാണിത്. പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് ജൂൺ 4 അറിയാം.